നമുക്ക് ഈ വിമാനത്താവളത്തിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നാട്ടിലെത്തിയവരുണ്ട്. തിരുവനന്തപുരം സ്വദേശികൾ വിഷ്ണു, ഭാര്യ ലിനിത. ഇന്ന് രാവിലെയാണ് ഇവർ ഖത്തറിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയത് എന്നുള്ളതാണ്. ഇവിടെ താമസ സ്ഥലത്തിനടുത്ത് ഉൾപ്പെടെ ആക്രമണം നടന്നിട്ടുണ്ട്. നമുക്ക് അവരിലേക്കാണ് പോകേണ്ടതുള്ളത്. വിഷ്ണു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി വിഷ്ണു, ഇന്ന് രാവിലെയാണ് നാട്ടിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു ഒപ്പം ലിനിത അല്ലെ, നിങ്ങൾ രണ്ടുപേരാണോ എത്തിയത്? അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും എത്തിയത്. അതിനുശേഷം വന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കാണും. എന്ത് തോന്നുന്നു വിഷ്ണു? വാർത്തകൾ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടായെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 8 o'clock 8:30 അപ്പൊ അത് കഴിഞ്ഞ് 9:30 10 o'clock അറ്റാക്ക് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ വീണ്ടും എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. ഈ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും ഫോൺ വഴിയാണോ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടത്? അവരെന്താണ് പറയുന്നത്? അവിടെ ഇതുപോലെ മിസൈൽ വീഴുന്ന സൗണ്ട് കേൾക്കുന്നത് തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. വല്ലാത്ത ടെൻഷൻ ഉണ്ടോ? ഫ്രണ്ട്സ് എല്ലാവരും അവിടെ തന്നെയാണ്. അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ട്. അത് വിഷ്ണുവിന് ഇനി എന്താണ് നിങ്ങൾക്ക് തിരികെ പോകേണ്ടത്? എപ്പോഴാണ്? എനിക്ക് 10 days ലീവിലാണ് വന്നത്. ഇപ്പൊ ആ ടൈമില് തിരികെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ വിമാനത്താവളത്തിലൊക്കെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കണ്ടിരുന്നോ അവരുടെ പ്രതികരണമൊക്കെ? ഇല്ലില്ല, ഞങ്ങളിത് ഇപ്പൊ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുള്ളൂ. രാവിലെ മോർണിംഗിലായിരുന്നു. അവിടുത്തെ ഒരു 8 o'clock ആയിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങളിവിടെ എത്തിയപ്പോ തന്നെ ഒരു 3 o'clock ആയി. ആഫ്റ്റർനൂൺ 3 o'clock ഞങ്ങളിവിടെ എത്തിയത് തന്നെ. ലിനിതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ലിനിതയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങള് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഫ്ലൈറ്റ് 8:30 അപ്പൊ നമ്മളിവിടെ എത്തിയത് ഒരു 3 o'clock. അപ്പം എയർപോർട്ടിൽ വെച്ചിട്ടാണ് പിന്നെ ഓരോ ആൾക്കാർ പരസ്പരം ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ അറ്റാക്ക് നടന്നിരുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ അവിടെ ഫുൾ അറ്റാക്കിങ് തുടങ്ങി. ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ താമസിച്ച വില്ലയുടെ ഇത് അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സേഫായിട്ട് ഇവിടെ സേഫായിട്ട് വളരെ സേഫായിട്ട് തന്നെ എത്താൻ സാധിച്ചു. അത് വലിയ ആശ്വാസം തന്നെയാണ്. ഈ നാട്ടിലെത്താൻ സാധിച്ചു. അത് ഒരുപക്ഷെ നാളത്തേക്ക് ആ യാത്ര മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധിക്കുമായിരുന്നില്ല. അക്കാര്യത്തിൽ ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് ഞങ്ങള് ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിപ്പോ രാവിലെ കിട്ടിയത് ഭാഗ്യം. ലൈക്ക് ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അത് ക്യാൻസൽ ആയി പോയായിരുന്നു, കിട്ടില്ലായിരുന്നു. രണ്ടുപേരും ജോലി ചെയ്യുകയാണോ? അതെ അതെ, ഞാൻ ഇവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ആള് 10 days ലീവിന് വന്നതാണ്. അപ്പോൾ ഇനി തിരിച്ചു പോകുന്ന കാര്യത്തിൽ കുറച്ച് കൺസേൺ ഉണ്ട്. ഇനി എയർപോർട്ടൊക്കെ ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് ഇനി തിരിച്ച് എത്ര ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റും എന്നുള്ളതൊന്നും ഐഡിയ ഇല്ല. ശരി വിഷ്ണു, ഭാര്യ ലിനിത, ഒരുപാട് നന്ദി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തിരുവനന്തപുരം സ്വദേശികളാണ് വിഷ്ണുവും ഭാര്യ ലിനിതയും. ഇന്ന് രാവിലെയാണ് ഇവർ ഖത്തറിൽ നിന്ന് എത്തിയത്. എന്തായാലും ഇവരുടെ താമസ സ്ഥലത്തിന് സമീപത്ത് ഉൾപ്പെടെ ആക്രമണം നടന്നിരുന്നു എന്നുള്ളതാണ്. അവർക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്ക അവർക്കുമുണ്ട്. 10 ദിവസത്തെ ലീവിനൊക്കെ വന്നവരാണ്. എന്തായാലും വിഷ്ണുവിനെ ലിനിതയൊക്കെ പോലെ നിരവധി പേർ ഉണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടി നാട്ടിലെത്തിയവർ, ഒപ്പം തന്നെ ജോലിക്ക് വേണ്ടി ഇന്ന് മടങ്ങാൻ തീരുമാനിച്ചിരുന്നവർ, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിക്കുന്ന, ഒരുപാട് പേരുടെ ജോലിയെ ബാധിക്കുന്നയൊക്കെ അവസ്ഥയാണ് എന്നുള്ളതാണ്.